ശങ്കർ ദയാൽ ശർമ്മ, KR നാരായണൻ, APJ അബ്ദുൽ കലാം തുടങ്ങിയവർ ഇന്ത്യൻ പ്രസിഡൻസ് ആയിരുന്ന കാലത്ത് അവരുടെ കോൺവോയ് വാഹനമായിരുന്ന മെർസിഡീസ് F124 ഇത് കസ്റ്റമൈസ് ചെയ്ത് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്ത വാഹനമാണ്. ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മയായിരുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ട് മെർസിഡീസ് ഒരു ഒഫീഷ്യൽ വാഹനമായിട്ട് യൂസ് ചെയ്ത ഇന്ത്യൻ പ്രസിഡൻറ്റ്. നമസ്കാരം, വീലോസിറ്റിയിലേക്ക് സ്വാഗതം. ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഇന്ത്യൻ ഗവൺമെൻറ് സ്പെഷ്യൽ ഓർഡർ പ്ലേസ് ചെയ്ത് മെർസിഡീസ് ബെൻസ് ജർമ്മനി നിർമ്മിച്ചു കൊടുത്ത ഒരു വാഹനമാണ് ഈ കാണുന്ന F124. കാരവാൻ സ്റ്റൈലിലുള്ള ഡിസൈനിനാണ് ഒരു പ്രിഫിക്സ് ആയിട്ട് കൊടുക്കുന്നത്. എന്നാൽ ഈ വാഹനം ഒരു ലോങ് വീൽ ബേസ് ആയതുകൊണ്ട് തന്നെ ഇതിന് VF124 എന്നാണ് പറയുന്നത്. ഇത് ഒരു 1988 മോഡൽ വെഹിക്കിളാണ്. ഇത് പെട്രോൾ എഞ്ചിനാണ്, 2200cc ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വെഹിക്കിളാണ്. ഇത് പ്രസിഡൻറ്റിൻ്റെ ഒരു ഡെയിലി റൈഡ് വെഹിക്കിൾ അല്ലായിരുന്നു. കാര്യം ഇത് വളരെ സ്പീഡിൽ പോകാവുന്ന ഒരു കാറല്ല. ഇത് എന്തെങ്കിലും ഫങ്ഷൻസിനൊക്കെ കോൺവോയ് വെഹിക്കിളായിട്ടായിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഇതിലെ യാത്ര കുറച്ചുകൂടെ കംഫർട്ടബിളാണ്. ഇത് 1988 മുതൽ ഏർലി 2000 വരെ പല പ്രസിഡൻസ് യൂസ് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ മുതൽ KR നാരായണൻ, അത് കഴിഞ്ഞ് APJ അബ്ദുൽ കലാം വരെ യൂസ് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. അതിനുശേഷം 2010 വരെ രാഷ്ട്രപതി ഭവനിൽ തന്നെ അവരുടെ പ്രൊട്ടക്ഷനിലായിരുന്നു ഈ വാഹനം. അതിനുശേഷം ഈ വാഹനം ഓപ്ഷൻ ചെയ്ത് കൊച്ചിയിൽ എത്തുകയും കുറേ നാളിത് അബാൻഡൻ ചെയ്ത് കിടക്കുകയായിരുന്നു. 2020 കോവിഡ് ടൈമിലാണ് ഇപ്പോഴത്തെ കറണ്ട് ഓണർ ഈ വാഹനം വാങ്ങിക്കുകയും നല്ല ടേസ്റ്റ്ഫുള്ളി റീസ്റ്റോർ ചെയ്ത് എടുക്കുകയും ചെയ്തത്. കാർ എന്തൂസിയാസ്റ്റായ അഖിലാണ് ഇപ്പോഴത്തെ കറണ്ട് ഓണർ. ഈ VF124 W124 എന്ന് പറയുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള മെർസിഡീസിൻ്റെ ആ ഒരു മോഡലിനെ ബേസ് ചെയ്ത് നിർമ്മിച്ച വാഹനമാണ്. നമ്മൾ ടൊയോട്ട ഹൈലക്സിനൊക്കെ കണ്ടിട്ടുണ്ട് പല വേർഷൻസിൽ ടൊയോട്ട കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നത്. സിമിലർലി മെർസിഡീസും റിക്വയർമെൻ്റ് അനുസരിച്ച് ആംബുലൻസ് ആയിട്ടും പല വേർഷൻസ് ആയിട്ടും ബോഡി ടൈപ്പിൽ നിർമ്മിച്ചു കൊടുക്കുന്നതാണ്. 1984 മുതൽ 1997 വരെയായിരുന്നു W124 പ്രൊഡക്ഷനിലുണ്ടായിരുന്നത്. അതിൻ്റെ പ്രിഡിസസർ മോഡലായിരുന്ന W123 മെർസിഡീസ് ഏറ്റവും കൂടുതൽ വിറ്റ ഒരു പ്രൊഡക്റ്റായിരുന്നു. അതിനോട് കിടപിടിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ തന്നെ വേണം എന്ന് മെർസിഡീസ് അന്ന് തീരുമാനിക്കുകയും മെർസിഡീസിൻ്റെ കോമ്പറ്റീറ്ററായ പോർഷെ ആണ് ഈ W124 എൻജിൻസ് നിർമ്മിച്ചു കൊടുത്തത്. ഇന്ത്യയിലെ ഫസ്റ്റ് ജനറേഷൻ മെർസിഡീസ് ബെൻസ്, ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത ഫസ്റ്റ് മെർസിഡീസ് ബെൻസ് W124 സെക്കൻഡ് ജനറേഷൻ ആയിരുന്നു. ഈ കാണുന്ന V124 അഥവാ VF124 ഫസ്റ്റ് ജനറേഷൻ 124ൻ്റെ പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ചതാണ്. ഇതിൽ കുറേ കോസ്മെറ്റിക് ഡിഫറൻസസ് ഉണ്ട്. ഫസ്റ്റ് നമുക്ക് അറ്റൻഷൻ വരുന്ന ഒരു കാര്യം ഇതിൻ്റെ ഇൻഡിക്കേറ്റർ ലാംപ്സ് ആണ്. ഫസ്റ്റ് ജനറേഷൻ 124ൻ്റെ ഇൻഡിക്കേറ്റർ ലാംപ്സ് ഈ ഓറഞ്ച് അല്ലെങ്കിൽ ആംബർ കളറിലായിരുന്നു. പിന്നീട് വന്നത് സെക്കൻഡ് ജനറേഷന് വൈറ്റ് കളറായിട്ട് മാറി. നമ്മൾ ഈ കാണുന്നത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത മെർസിഡീസ് 124 ആണ്. പ്രസിഡൻറ്റിൻ്റെ കോൺവോയിലുള്ള ഈ VF124 ഒരു ഹൈ റൂഫ് വെഹിക്കിളായിരുന്നത് കൊണ്ട് തന്നെ നല്ല റൂമിയായിരുന്നു ക്യാബിനിൽ. ഡോക്യുമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാനും മറ്റ് എല്ലാ സൗകര്യങ്ങളും ഈ വാഹനത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഒരു ആംബിയൻ ലൈറ്റിങ്ങും റോൾസ് റോയ്സിൻ്റെ റൂഫിൽ കാണുന്ന പോലത്തെ ലൈറ്റിങ്ങും ഒക്കെ ആയിട്ടാണ് അഖിൽ ഈ വാഹനം റീസ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ക്യാമ്പർ കൈൻഡ് ഓഫ് വെഹിക്കിളായിട്ടാണ് ഇപ്പോൾ കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഒറിജിനലി ഈ കളറല്ലായിരുന്നു ഈ വാഹനത്തിന്, അതൊരു വൈറ്റ് പോലത്തെ ഒരു ഷെയ്ഡായിരുന്നു. റെട്രോ ഫീൽ തോന്നിക്കുന്ന ഒരു കളറാണ് ഈ വാഹനത്തിന് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. കുറച്ചുകൂടെ സ്റ്റൈലിഷ് ആക്കാൻ വേണ്ടിയിട്ട് ഈ വാഹനത്തിൻ്റെ സസ്പെൻഷൻ ലോവർ ചെയ്യുകയും AMG മോണോബ്ലോക്ക് വീൽസ് ഫിക്സ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഇന്ത്യയിലെ ഒരേ ഒരു VF124 ആണ്. ഈ വാഹനത്തെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ സ്റ്റേ ട്യൂൺ. ഹാപ്പി മോട്ടറിംഗ്.